ഇരിക്കുന്ന ഇത്രയും ഭാഗം അതിനെ പറയുന്നതാണ് നെയ്വ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പേര് കിട്ടണം, ഹൈക്കല കേട്ടിട്ടുണ്ടോ? ഹൈക്കല എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കല ഈ ട്രഡീഷണൽ ചർച്ചസ്, അതായത് കാത്തലിക് ചർച്ചസിനകത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ അവർ കൂടുതലും ഹൈക്കല എന്ന് പറയും. നമ്മുടെ ഇവിടെ കൂടുതൽ നെയ്വ് എന്നാണ് പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് ചർച്ചസിനകത്തെല്ലാം നെയ്വ്, ഒരു നേവി എന്നുള്ള ഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആ അതിവിശുദ്ധ സ്ഥലത്തിന് എന്താ പറയുന്നത്? എന്നുവെച്ചാൽ ഹെവൻ എന്ന് നമ്മൾ കൊളോക്കിൽ പറയുകയും അതിന് പറയുന്ന പേരാണ് ചാൻസൽ എന്ന് പറയും. CHANCEL, ചാൻസൽ, അല്ലെങ്കിൽ ഓൾട്ടർ ഏരിയ എന്ന് പറയും, അതിവിശുദ്ധ സ്ഥലം. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടത്തുന്ന എവിടെ വെച്ചാൽ എവിടെ വെച്ചാൽ കല്യാണം നടത്തുന്നത്? നമ്മളിവിടെ വെച്ച് റീസെൻ്റായിട്ട് കല്യാണം നടത്തി കണ്ടത് ആരുടെയാണ്? സിജോയുടെ കല്യാണം നടന്നിട്ട് എവിടെ വെച്ചാൽ കല്യാണം നടന്നേ? ഇതാകത്തോ എവിടെ? മധ്യാകാശത്തിങ്കലാണ്. നമ്മൾ പാട്ട് കേട്ടില്ല? മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടത്തും. അപ്പോൾ മധ്യാകാശം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ എൻഡും ഭൂമിയുടെ എൻഡും, ഇതാണ് മധ്യാകാശം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കല്യാണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഓൾട്ടറിൻ്റെ എൻഡിൽ അച്ഛത്തേക്കും ഭൂമിയുടെ എൻഡിലാകത്തേക്കും പെണ്ണും ചേർക്കുന്നതേക്കും നമ്മൾ അതിൻ്റെ സമയമാണ്, ശരിയാ. നമ്മൾ ഈ പറയുന്ന പെണ്ണും ചേർക്കാൻ വന്നിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് കല്യാണ സമയത്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തോട് ചേർന്ന് നോക്കുമ്പോൾ കല്യാണത്തിൽ ആദ്യം ആരാ വരുന്നത്? ചെറുക്കം വരും അല്ലേ? ആദ്യം ചെറുക്കം വരും. അതിനുശേഷം ആരാധന സമയത്ത് കോർട്ടിന്റെ ബാക്കിൽ ആര് വരും? പെണ്ണ് വരും. എന്താ ഇങ്ങനെ വരുന്നത്? അപ്പോഴേ ചെറുക്കനോട് എന്താ കൊള്ളത്തില്ല എന്ന് കാണിക്കണം. എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത്? നമ്മളിപ്പോൾ പാടിയ പാട്ടാണ് മണവാട്ടി സഭയുടെ വീട്ടിൽ നടത്തുന്നത്. മണവാട്ടി സഭയെ എതിരേൽക്കാൻ കർത്താവ് വരുന്നു. ആ മണവാട്ടി സഭ ആര്? ആനയിച്ചാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ലേഡിയെ അല്ലെങ്കിൽ ബ്രൈഡിനെ ആനയിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ പുറകിൽ ഒരാളുണ്ടാവും അല്ലേ? ഇപ്പം പെൺകുട്ടിയുടെ പുറകിലുണ്ട്, ആണിൻ്റെ പുറകിലുണ്ട്. ഈ ഇരിക്കുന്ന ആളുടെ പ്രത്യേകത എന്തുവാ? ആളെ എന്നാ പറയുന്നത്? ആ പുറകെ നിൽക്കുന്ന ആളെ നോക്കിയിരുന്നതല്ല, അവരുടെ കല്യാണത്തിലൊക്കെ നീ കൂടെ നിൽക്കേണ്ടത് പറയുന്നത്. ആരെ പുറകെ നിൽക്കുന്ന ആളുടെ പേരെന്തുവാ? വേണ്ടി പുറകെ നിൽക്കുന്ന ആളെ എന്താ പറയുന്നത്? ബ്രൈഡ്സ്മെയ്ഡ് അല്ലെങ്കിൽ തോഴ്മക്കാരി എന്ന് പറയും. ഈ തോഴ്മക്കാരി ആരാ? ബിബ്ലിക്കൽ പറഞ്ഞാൽ തോഴ്മക്കാരി എന്ന് പറയുന്നതാണ് ഏഞ്ചൽ. മനസ്സിലായോ? ഏഞ്ചലാണ് ഈ തോഴ്മക്കാരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏഞ്ചലായിട്ട് വരുന്ന ആൾക്കാർ മര്യാദയ്ക്ക് വൃത്തിയായിട്ട് ഡ്രസ്സിലൂടെ വരണമെന്ന് പറയുന്നത്. അവര് ഈ പറയുന്ന ഏഞ്ചൽസ്, അതായത് സഭയും കർത്താവും ഒരുമിച്ച് ഏഞ്ചൽസിനോടൊപ്പം ദൈവസന്നിധിയിലേക്ക് അടുക്കുന്ന പ്രൊസീജിയറാണ് വിവാഹത്തിന് ശേഷം ഇവർ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവും തോഴ്മക്കാരും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പം തോഴ്മക്കാരുടെ ഡ്യൂട്ടി എന്താണ്? ഒരുമിച്ച് കൊണ്ടുപോകണം. ഈ ബാപ്റ്റിസത്തിൽ പറയുന്ന പോലെ ബാപ്റ്റിസത്തിൽ കുഞ്ഞിനെ ബാപ്റ്റിസ്റ്റപ്പെടുത്തുമ്പോൾ എത്ര പേരാണ് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കുന്നത്? അച്ഛനും അമ്മയും ഗോഡ് പേരൻസ്, ഫാദർ എന്ന് പറഞ്ഞാൽ ഗോഡ് പേരൻസ്. അപ്പം ഇവരുടെ ഡ്യൂട്ടിയാണ് ഈ കുഞ്ഞ് കൺഫർമേഷൻ വരുന്ന സമയം വരെ കുഞ്ഞിൻ്റെ വളർച്ചയിലും അവരുടെ പഠനത്തിലും വിശ്വാസ ജീവിതത്തിലും ബാലശിക്ഷയിൽ നടത്താൻ അവരെ ഒരുക്കുന്നത് ഈ ഗോഡ് പേരൻസ് ആൻഡ് ഗോഡ് പേരൻസ് ആണ്. അപ്പം വിവാഹ ജീവിതത്തിൽ അവരെ വഴിക്ക് നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ ഏഞ്ചൽസിനുണ്ട്. അതായത് അന്ന് വന്ന് നിന്ന് തലയിലിട്ട് പോകുന്ന ജോലി മാത്രമല്ല, വിവാഹത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ വഴി നടത്താനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട്? ഈ ഏഞ്ചൽസ് അല്ലെ ബ്രൈഡ്സ്മെയ്ഡിനുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രൈഡ്സ്മെയ്ഡിനെ ആരെയാണ് നോക്കുന്നത്? വീട്ടിലെ ഇമ്മീഡിയറ്റ് സിസ്റ്റേഴ്സിനെ നമ്മൾ എടുക്കുന്നത് അല്ലേ? വീട്ടിലെ ഇമ്മീഡിയറ്റ് സിസ്റ്റേഴ്സ്
ജോസഫിനെ ഈ പറയുന്ന വിവാഹത്തിൽ ഒരുക്കിയെടുക്കുന്നതിൻ്റെ റീസൺ, കാരണം ഇനി അങ്ങോട്ട് കാണുന്നത് ഇവരാ കാണുന്നത്, ഇത് ജീവിക്കുന്നത് ഇവരാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ ബ്രൈഡ്മെയ്ഡിനുണ്ട്. അതാണ് അവിടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആരാധന പള്ളിയിൽ കാണുന്ന മറ്റുള്ള ഓരോ സിമ്പിൾസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സിമ്പിളാണ് ക്രൂശ്, അല്ലേ? കുരിശിനെ ഉദ്ദേശിച്ചുള്ളൂ. കുരിശിനെ നമ്മൾ അവിടുന്ന് എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, തിരിച്ചെടുത്തോണ്ട് തിരിച്ചു പോകുന്നു. എന്തിനായാലും ഈ എടുത്തോണ്ട് വരുന്നത് കൊണ്ടുപോകുന്ന നമ്മുടെ വ്യത്യാസം എന്തോ, ഇതിൻ്റെ പ്രത്യേകത എന്തോ? അത് എടുക്കുന്ന വ്യക്തികളാണെങ്കിലും നമ്മളെല്ലാവരും ഉറപ്പിച്ച് പറയുകയാണ്, എടുത്തോണ്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രൂശ് വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നു. അതാണ് ക്രോസ് കൊണ്ട് വരുന്നു എന്നുള്ള അർത്ഥമാക്കുന്നത്. അപ്പൊ തിരിച്ചു പോന്നു. അതാണ് ഇത് സിബിച്ചേച്ചി പറഞ്ഞ പ്രസംഗത്തിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്തോ ഷീപ്പ് ഫോളോയിങ് അല്ല. ഷീപ്പ് ഫോളോയിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ തിരുമേനെ കൈയിടിക്കുന്ന ബിഷപ്പ് സ്റ്റാഫ് എന്ന് പറയുന്ന സാധനമാണ് ഷീപ്പ് ഫോളോയിങ് ബിഷപ്പ് എന്ന് പറയുന്നത്. ഇത് കുരിശാണ്. കുരിശ് എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകാന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? ചേച്ചി പ്രസംഗിച്ച മെയിൻ കണ്ടന്റ് അതാണ്. അതായത് വചനം പഠിച്ചു, ഇനി എന്ത് ചെയ്യാൻ പോവാം? ഷെയർ ചെയ്യാൻ, വിറ്റ്നസ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യു ആർ ബിക്കമിങ് ടീച്ചേഴ്സ്. അതാണ് ചേച്ചി പറഞ്ഞ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രണ്ട് ചിന്താഗതി, ഒന്ന് ക്രൂശ് വഹിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ വരുന്നു, രണ്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ക്രൂശ് എടുത്തുകൊണ്ട് ലോകത്തിലേക്ക് സാക്ഷ്യത്തിനായിട്ട് പോകുന്നു. അതാണ് ക്രൂശ് വഹിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത് ചുമ്മാ എടുത്തുകൊണ്ട് പോവല്ല. എങ്ങനെയാണ് ക്രൂശ് പിടിക്കുന്നത്? എങ്ങനെ പിടിക്കുന്നത്? ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ പിടിക്കും? അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ പിടിക്കും? ഇങ്ങോട്ട് വരുമ്പോൾ ഈ ക്രൂശ് പിടിക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാം ഇതിന് പിടിക്കുന്നതിന് ബുദ്ധിമുട്ട് എന്താണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഭയങ്കര രസമാണ് പിടിക്കാൻ, അല്ലേ? ഒരു സാധനം ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചോണ്ടിരിക്കുന്ന ഇവിടെ എല്ലാം വേദനയാണ്. കഷ്ടത സഹിച്ച ദൈവസന്നിധിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതോ ഇങ്ങനെ നമ്മളെപ്പോഴാണ് പിടിക്കുന്നത്? കൊച്ചു പിള്ളേരെ പിടിക്കുന്നതാണ് ഇങ്ങനെ, അല്ലേ? തലയിൽ ഇങ്ങനെ പിടിക്കുന്നതാണ്. അതായത് ഞാൻ ശക്തിയോടെ ബലത്തോടെ ലോകത്തിലേക്ക് പോകുന്നു. ഇതാണ് ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നത്. മനസ്സിലാവും? ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നു, ഇങ്ങനെ പിടിച്ചോണ്ട് തിരിച്ചു പോകുന്നു. ഓക്കെ. ഇപ്പം ക്രൂശിന്റെ ചിന്താഗതി ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ആരാധന രീതിയിൽ വരുമ്പോൾ ആദ്യം തൊട്ടുള്ള ഭാഗം നോക്കുക. ആദ്യം തൊട്ട് ഭാഗം വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന കാര്യം എന്തോ? ആരാധന അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമാകുമ്പോൾ ആദ്യം കാണുന്നുണ്ടോ? ആദ്യം മണിയടിക്കും. എന്തിനാ മണിയടിക്കാൻ ഉദ്ദേശിക്കുന്നത്? മണി 3 രീതിയിൽ അടിക്കുന്നത് കേട്ടോ. 3 രീതിയിലാണ് മണി അടിക്കേണ്ടത്. 3 രീതിയിലാണ്. പൊതുവെ എന്തിനാണ് മണി അടിക്കുന്നത്? നമ്മളെ തന്നെ റെഡിയാക്കാൻ ഒരു പരിധി ഉറപ്പ്. കാരണം ഒരു പരിധി എന്ന് പറയാൻ കാരണം എന്തിനാ റെഡിയാക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു വരുന്നു, ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു. ഓക്കെ. പിന്നെ കൺഫർമേഷൻ ഉള്ള പിള്ളേർ ആരും തന്നെ അറിയുന്നില്ല. ഇവിടെ ഏജിലല്ല വേറെ ഇവിടെ അറിയുന്നില്ല. എന്ത് മണിയടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ വരവ് അറിയിക്കുന്നു. അത് ഒരു പരിധി ചെയ്യണം. എന്താ മണിയടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ അത് 3 മണിയാവുള്ളൂ, അല്ലേ? ടിങ് 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 എന്ന് പറഞ്ഞ് 3 മണി അടിക്കുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യം 1 മണി ഓരോ തരത്തിലുള്ള മണി അടിക്കും. അതിനുശേഷം 2 എണ്ണം വെച്ചുള്ള മണി അടിക്കും. ഏറ്റവും അവസാനം ആരാധന തുടങ്ങുന്നതിന് മുമ്പ് 3 എണ്ണമുള്ള മണി അടിക്കും. ഈ 3 മണി എന്നുള്ള അല്ലെങ്കിൽ 3 ചേർന്നുള്ള മണി ഉദ്ദേശിക്കുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. മനസ്സിലായോ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സൺഡേ എന്ന് പറയുന്നത് എന്താണ്? മൈനർ ഈസ്റ്റർ. ഞാൻ നേരത്തെ പ്രസംഗിച്ചും പറയുന്നുണ്ട്. സൺഡേ ഈസ് മെന്റ് ആസ് എ മൈനർ ഈസ്റ്റർ. ഈസ്റ്ററിൽ എന്തായാലും നടക്കുന്നത്? മരിച്ച അടക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പം മണി അടിക്കുക എന്നുകൊണ്ട് അല്ലെങ്കിൽ മണി അടിക്കുന്നതിൽ അർത്ഥമാക്കുന്നത് മണിശബ്ദം മുഴങ്ങുമ്പോൾ
വരിക, ഇതാണ് അർത്ഥമാക്കുന്നത്. മണി അടിക്കുന്നതുകൊണ്ട് അർത്ഥമാണ്. മനസ്സിലായോ? ഗോഡ് ഈസ് റിസൺ. അപ്പം റിസൺ ചെയ്ത കർത്താവുമായിട്ട് ഫെലോഷിപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഈ കേൾക്കുന്നവരെല്ലാവരും ഒരുമിച്ച് വരണം. അതാണ് മണി അടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. പിന്നെ അതിനുശേഷം എന്താ നടക്കുന്നത്? മണി അടിച്ചു കഴിയുമ്പോൾ വെസ്റ്റ് സോങ് അല്ലേ? ഈ വെസ്റ്റ് സോങ് പാടുന്നതുകൊണ്ട് ആർക്കാണ് പാടാൻ പറ്റുന്നത്? കൊയർ മാത്രമേ പാടാൻ പാടുള്ളൂ കേട്ടോ. കാരണം കൊയർ ആരാണ്? കൊയർ ആ ഏഞ്ചൽസ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാട്ടുകൾ ആലപിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിത്യം സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നവരാണ് ഏഞ്ചൽസ്. അപ്പോൾ ഏഞ്ചൽസിന് മാത്രം പ്രിവിലേജാണ് ഈ മണി കേൾക്കുമ്പോൾ ഉടനെ വെസ്റ്റ് സോങ് പാടുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം വെസ്റ്റ് സോങ് പാടുന്ന സമയത്ത് ബാക്കിയുള്ള എന്ത് ചെയ്യണം? അവർ മിണ്ടായിരിക്കണം, എഴുന്നേറ്റ് നിൽക്കണം. പൊതുവേ ചില പള്ളികളിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കാൻ എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറയും. പക്ഷേ നമ്മുടെ വിശ്വാസ രീതിയിൽ പറയുന്നത് മണി കേൾക്കുമ്പോൾ, അവിടെ ഞാൻ അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു? കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ആ ഫെലോഷിപ്പിനായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ള അർത്ഥം. മണി ആദ്യത്തെ മണി അടിച്ച് കേട്ടാൽ എന്ത് ചെയ്യണം? എവിടെ ഇരിക്കുന്ന ആളും എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ ഇവിടെ രീതിയുണ്ട്, ഈ ദേശീയ ഗാനം നാഷണൽ പാടുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിന്ന് അറ്റൻഷനായിട്ട് നിൽക്കും. അതിപ്പോൾ സ്കൂളിൽ പോകുന്നവരും എല്ലാവരും ഒരിക്കൽ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? എവിടെ നിൽക്കുന്ന ആളാണെങ്കിലും മടി പോലെ അവിടെ നിൽക്കും. അപ്പോൾ മണിയടി കേൾക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം ഗായസംഘം വന്നു. ഗായസംഘം പാട്ട് പാടിയതിനു ശേഷം അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ഭാഗമായി നോക്കും. അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്ന മെയിൻ സിമ്പൽ എന്താണ്? ക്രോസ് നമ്മളാണ്. അത് പ്രൊസഷൻ ക്രോസ്, അത് നമ്മൾ ആരാധനയുടെ ഭാഗത്ത് പറയാം. പള്ളിക്ക് അകത്തുള്ള മെയിൻ കാര്യം. അപ്പം വെളിയിൽ നിൽക്കുന്ന ഭാഗം കണ്ടു, കൊയർ ഏഞ്ചൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം അകത്ത് കയറുമ്പോൾ അകത്ത് പ്രധാനപ്പെട്ട ഭാഗം, പള്ളിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓൾട്ടറാന്ന് പറഞ്ഞു. എന്നാൽ ആൾക്കാർ ആദ്യം കയറുമ്പോൾ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതും വളരെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുവാ? പള്ളിക്കകത്ത്, അതും ഫ്രണ്ടിൽ തന്നെ. എന്താ പറയുക? ഞാൻ കൈകൊണ്ട് പറഞ്ഞാൽ പറ്റത്തില്ല. എന്താണത്? എന്ത് സാധനം പറയും? എന്താ? ആൽഫമയില് പള്ളിക്കകത്ത് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന സാധനം എന്താ? കാണുന്നതും കാണേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം. പള്ളിക്കകത്ത് ആദ്യം കയറുമ്പോൾ അവിടെ ചെന്നിട്ട് വേണം സഭയുടെ ഭാഗമാകാൻ എന്ന് പറയുന്നത്. ഇത്ര പെട്ടെന്ന് മനസ്സിലായില്ലേ? സ്നാനത്തൊട്ടി. പള്ളിക്കകത്ത് ആദ്യം കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന സാധനമല്ലേ ഏറ്റവും ആദ്യത്തെ? ഈ സ്നാനത്തൊട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് അവിടെ നിങ്ങൾ കൈ കാണിക്കും. ഞാൻ പറഞ്ഞ പേര് പറ, ഇങ്ങനെ കൈ കാണിക്കുന്നത് പറ്റുമോ? അവിടെ ഇരിക്കുന്ന സാധനം എന്താണ്? സ്നാനത്തൊട്ടി അല്ലേ? ഈ സ്നാനത്തൊട്ടി ഉദ്ദേശിക്കുന്നത് എന്തുവാ? The first step towards church. സ്നാനത്തിൽ കൂടെ സ്വയം എന്ത് ചെയ്യണം? നമ്മൾ കഴുകപ്പെട്ട് ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നതാണ് പ്രധാനപ്പെട്ട ക്ലെൻസിങ് ആയിട്ടുള്ള മീനിങ് ആണ് സ്നാനം കൊണ്ട്, അല്ലെ സ്നാനത്തൊട്ടി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സ്നാനത്തൊട്ടി നോക്കുമ്പോൾ അതിന് എത്ര വശമുണ്ട്? ഇപ്പം നമ്മൾ അതിനകത്ത് റൗണ്ട് ആണെങ്കിലും മേളിൽ വെച്ചിരിക്കുന്നതിന് പല ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ? ആ ഷേപ്പ് എത്ര സ്പേസ് ഉണ്ട്? അതിനകത്ത് 6 ആണ് അല്ലേ? ശരിക്കും 8 ആണ് വേണ്ടത്. 8 ആണത്. 8 ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ 6 പോലെ തോന്നുന്നു. പക്ഷെ 8 ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കും. ശരിക്കുമുള്ള സ്നാനത്തൊട്ടിയിൽ 8 ഇതുണ്ടാവണം. മനസ്സിലായോ? കാരണം ന്യൂമറോളജിക്കൽ ഇതിനകത്ത് പറയുന്ന സ്റ്റഡിക്കകത്ത് പറയുന്നത് 7 എന്ന് പറയുന്നത് പൂർത്തീകരണം, ഫിനിഷിങ് ആണ്. 7 എന്ന് പറഞ്ഞാൽ നീ ഫ്രണ്ടിൽ നിന്ന് കുഴപ്പമില്ല, ബാക്കി പഠിക്കൊന്നുമില്ല. അപ്പോൾ 8 എന്ന് പറയുന്നത്, 8 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വീണ്ടും ജനനം.
ഇന്ന് ചേച്ചി പ്രസംഗിച്ച ഒരു കോൺസെപ്റ്റ് ആണ് എന്താണ് വീണ്ടും ജനിക്കണം, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളെല്ലാം ബോൺ അഗെയിൻ ആണോ ചോദിച്ചില്ലേ? ചോദിച്ചില്ലേ? ബോൺ അഗെയിൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബോൺ അഗെയിൻ ആകുന്ന ഒരു സിംബലൈസേഷൻ ആണ് അവിടെ 8 എന്നുള്ളൊരു 8 എന്ന് പറയുന്നത് ഒക്ട അല്ലേ, ഒക്ട സ്പേസ്. ഓക്കെ, അപ്പം ഒക്ടഗൺ ഷേപ്പിൽ കാണിക്കുന്ന റീസൺ എന്ന് പറയുന്നത് വീണ്ടും ജനനം ഒരു ബോൺ അഗെയിൻ ആകുന്നതിൻ്റെ ആണ് സ്നാനത്തൊട്ടിയിൽ കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഇതിനകത്ത് മേളിലാണ് വെച്ചിരിക്കുന്നത്. പൊതുവെ പറയുന്നത് സ്നാനത്തൊട്ടിയുടെ നമ്മൾ ആ തൊട്ടിയില്ലേ വയ്ക്കുന്ന തൊട്ടി, ആ തൊട്ടിയിൽ ഈ ഒരു 8 ഷേപ്പ് വരണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ, ബേസ് 8 ഷേപ്പിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോൾ പിന്നെ എന്താ ഉള്ളത്? പിന്നെ നിങ്ങൾ എന്താ കാണുന്നത്? ബെഞ്ചസ് ഉണ്ട് അല്ലേ? ഏതാ? കോൺഗ്രിഗേഷൻ ബെഞ്ചസ്. ഈ ബെഞ്ചസ് ഉദ്ദേശിക്കുന്നത് ബെഞ്ചസ് എല്ലാം കുരിശുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സാധനം, കുമ്പാരം ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ കുരിശുണ്ട്. പിന്നെ എന്തുണ്ട്? ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഈ ക്രോസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ക്രോസിന്റെ മീനിങ് തന്നെയാണ്. ഈ ഇതെന്ന് പറയുന്നത് ചില പള്ളികളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സാധനമാണ് ചില പള്ളികളിൽ. പക്ഷെ ചില പള്ളികളിൽ അതിന് മുകളിൽ കണ്ടോ അങ്ങനത്തെ കുരിശാണ് ചില പള്ളികളുള്ളത്. ഓക്കെ, പക്ഷെ അത് കുരിശല്ല, അത് ഫ്ലൈങ് ഡോമാണ്. അതായത് ഉയർന്നു പോകുന്ന പ്രാവിനെ കാണിക്കുന്നതാണ് ആ മേളിൽ കാണുന്ന കുരിശ് പോലിരിക്കുന്ന സാധനം. കാരണം എവിടെ കുരിശ് കണ്ടാലും കുരിശ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ഷേപ്പ്. അതായത് ഇങ്ങോട്ടുള്ളതും ഈ സൈഡിലോട്ടുള്ളതും ഈക്വൽ ഷേപ്പ് ആയിരിക്കും. താഴെയുള്ളതിനാണ് നീളമുള്ളത്. ഓക്കെ, അപ്പം ഈ നീളത്തിന്റെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഇരിക്കുന്ന ഭാഗം. ഞാൻ പറഞ്ഞ പള്ളിയാകാം ഒരു ഷിപ്പ് പോലെയാണ്, കുരിശ് പോലെ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ അത്രയും സ്പേസ് ഉണ്ട്, ഇവിടെയും അതേ സ്പേസ് തന്നെ ഉണ്ട്. മനസ്സിലാകും? അങ്ങോട്ടും അതേ സ്പേസ് ഉണ്ട്. ബാക്കിലോട്ട് കുരിശ് പിടിക്കുന്നത് പോലെയുള്ള അത്രയും സ്പേസ് ഉണ്ട്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് കുരിശിൻ്റെതായിട്ടുള്ള പ്രത്യേകത നമുക്കുണ്ടാവണം, കുരിശ് പോലെയുള്ള ജീവിതാനുഭവം നമുക്കുണ്ടാകും. ഇതാണ് ദേവാലയം ക്രൂശ് എന്നുള്ള രീതിയിൽ വെക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതെന്തായിരിക്കും? ഈ ഇരിക്കുന്ന കുരിശല്ല, ഈ ഇരിക്കുന്ന ഇത് ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റാണ്. അതെന്തുകൊണ്ടാണ് 3 വളയം അല്ലെങ്കിൽ 3 റാ പോലിരിക്കുന്ന സാധനം ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റാണ്. 3 ആയിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ പള്ളിക്കകത്ത് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടോ? വിൻഡോസ്. ഈ വിൻഡോസിനൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ മിക്ക പള്ളികളിൽ ചെന്നാൽ എല്ലാം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? വേണേൽ നമ്മൾ പക്ഷേ വീടിൻ്റെ വിൻഡോസ് എങ്ങനെ ഇരിക്കുന്നത്? സ്ക്വയർ പോലാണ്, അല്ല റൗണ്ട് പോലാണ്, ഓരോ ഷേപ്പ് ഉണ്ട്. പക്ഷെ പള്ളികളിലെ വിൻഡോസ് എല്ലാം നോക്കിയാൽ ഇങ്ങനെയാണ് ഈ സാധനം. എന്താ അതിന് അങ്ങനെ ഒരു മീനിങ്, പ്ലെയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന മീനിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ്സ് എ ഗോത്തിക് കൾച്ചർ. ഈ ഗോത്തിക് കൾച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓൺലൈനിലൊക്കെ നോക്കിയാൽ ഗോത്തിക് കൾച്ചർ, ഗോത്തിക് ട്രഡീഷൻസിനെ കുറിച്ച് പറയും. അവരുടെ പള്ളികൾ, ആദ്യത്തെ കാലത്ത് പള്ളികളെല്ലാം ഇങ്ങനെ കൂമ്പാരം പോലെ മാത്രമായിരുന്നു, കുരിശല്ല, കൂമ്പാരങ്ങൾ മാത്രമായിരുന്നു. യഹൂദന്മാർ സിനഗോഗുകൾ കൂമ്പാരം പോലായിരുന്നു. അപ്പം ആ കൂമ്പാരം അനുഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മുകളിൽ ഈ എൻഡുള്ള ജനലുകൾ വെക്കുന്നത്. പിന്നീട് യഹൂദന്മാർ ഈ ജീസസ് ക്രൈസ്റ്റിനെ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ ക്രോസ് പോലെയുള്ള അനുഭവത്തിലോട്ട് വരാത്തത്. അവർ പറയുന്നത് മശിഹയോട് വന്നിട്ടില്ല. പക്ഷെ നമ്മളെന്താ പറയുന്നത്? മശിഹ വന്ന് നമുക്കായിട്ട് വീണ്ടും വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, പിന്നെ നമ്മളെന്താ കാണുന്നത്? ഇതെന്താ സാധനം? എന്താ ഇത് ഉദ്ദേശിക്കുന്നത് എന്തുവാ?
ഈ പുൽപ്പിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? പുൽപ്പിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഏതാ? ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ കൊയറിനെ ഇവിടെ നിർത്തിയിരിക്കാറുണ്ട്. കൊയറിനെ നമുക്ക് അകത്തോട്ട് വരണം കേട്ടോ. കൊയറിനെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മീനിങ് ഇവിടെ മനസ്സിലാക്കും. ഓക്കെ, അപ്പം കൊയർ വെളിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊയർ പാട്ട് പാടി, അവർ മാത്രം പാട്ട് പാടി. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പം ഓപ്പണിംഗ് പ്രയർ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തു? പ്രൊസഷൻ പോകും. ഈ പ്രൊസഷൻ്റെ മെയിൻ ആളാരാണ്? പ്രൊസഷൻ്റെ മെയിൻ ആളാരാണ്? ഈ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ആനയിച്ച് കൊണ്ടിരുന്നു. ആരോ വലിയൊരാളെ ആനയിച്ച് കൊണ്ടിരുന്നു, അങ്ങനെയല്ലേ പ്രൊസഷൻ. അല്ലെങ്കിൽ ഈ പറയുന്നത് പരേഡ് എന്നൊക്കെ പറയുന്നത് ആരോ സ്പെഷ്യലായിട്ട് ഒരാളെ കൊണ്ടുവരുന്നു, അതാണ് പരേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊസഷനും റിസഷനകത്തും കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വേർഡ് ഓഫ് ഗോഡ്, ബൈബിള്, ക്രോസ്, പിന്നെ ഇനിയുണ്ട്. ഇനി അച്ഛനുണ്ട്, തിരുമേനിയുണ്ട്, പിന്നെ ഇത് ജീസസ് ഉണ്ട്, പിന്നെ ആരാ ശരി? നമ്മൾ ആനയിച്ചു കൊണ്ടിരുന്നത് കർത്താവിനെയാണ്, ജീസസ്. യേശു കർത്താവിൻ്റെ വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന എന്താ ബൈബിളിനാണ് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ക്രോസിന് തൊട്ട് പുറകിൽ ആര് നിൽക്കുന്നത്? ബൈബിൾ വരുന്നത്. രണ്ട് ഭാഗത്തും ഏഞ്ചൽസ്, രണ്ട് ഭാഗത്തും ഈ കൊയർ നിന്നിട്ട് ക്രോസിൻ്റെ തൊട്ട് ബാക്കിലാണ് ആര് വരുന്നത്? ബൈബിൾ വരുന്നത്. നിങ്ങൾ ഈ യാക്കോബയുടെ റാസ് കണ്ടിട്ടുണ്ട്? യാക്കോബക്കാരുടെ ഓർത്തഡോക്സുകാരുടെ റാസ് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ആരാണ് പ്രാധാന്യം എന്ന് തന്നെ മനസ്സിലാക്കുന്നത്? ഒരു ടെന്റ് പോലൊരു സാധനം അല്ലേ? ഒരു ടെന്റ് പോലൊരു സാധനം, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു ടെന്റ് പോലൊരു സാധനം ഇവിടെ ഓർത്തഡോക്സ് യാക്കോബ അങ്ങനെ വന്ന ട്രഡീഷണൽ വന്നിട്ടുണ്ടോ? സാറിന് അറിയാതെ അതിനെന്താ പേര് പറയുന്നത്? നടപ്പന്തൽ. ഓക്കെ, ഈ നടപ്പന്തലിനകത്ത് എന്താണോ, ആരാണ് ഈ നടപ്പന്തലിനകത്തുള്ളത് അവരാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള വസ്തുവാണ് ഈ പറയുന്ന ആ ഒരു ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ റാസയിൽ വരുമ്പോൾ ഈ യാക്കോബയുടെ റാസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയാമോ? ഇവിടുത്തെ റാസ കണ്ടിട്ടില്ലേ? യാക്കോബയിലെ കണ്ടിട്ടില്ലേ? ഇവിടുത്തെ യാക്കോബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധന്റെ തിരുശരീരം അവയവം. ഇവിടുത്തെ ഗ്രിഗോറിയോസ് സെയിന്റിന്റെ ഒരു തിരുശരീരത്തിൻ്റെ ഒരു ചെറിയ അവയവമാണ്. അതൊരു വലിയ കുരിശു കൊണ്ടുവരുന്നതിനകത്ത് അകത്താക്കി ഇവർ കൊണ്ടുവരും. അതാണ് ഇവരുടെ ഈ യാക്കോബ് പള്ളിയുടെ പ്രധാന റാസയിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊസഷനകത്ത് യേശു കർത്താവിനെ അടങ്ങിയിരിക്കുന്ന, യേശു കർത്താവിൻ്റെ പഠനങ്ങൾ, യേശു കർത്താവിൻ്റെ ചിന്തകൾ, ജീവിതങ്ങൾ അടങ്ങിയിരിക്കുന്ന ബൈബിളിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എങ്ങനെ കൊണ്ടുവരേണ്ടത്? ഇത് ബൈബിളാന്ന് വിചാരിക്കാം കേട്ടോ, അല്ല ഇത് കാണാൻ പറ്റുന്നത് ഇതാണ് ബൈബിളെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബൈബിൾ എങ്ങനെ കൊണ്ടുപോകണം? ഇങ്ങനെ പിടിക്കണം അല്ലേ? അങ്ങനെ പിടിക്കണം. ഈ ബൈബിൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്തോ? ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകം ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരണമേ. ഇതാണ് പറയുന്ന മീനിങ് ആണ് ബൈബിൾ കൊണ്ടുപോകുന്നതിൻ്റെ, അല്ലെങ്കിൽ ബൈബിൾ കൊണ്ട് അച്ഛൻ്റെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം അച്ഛൻ്റെ അടുത്ത് പറയുക, അച്ഛാ ഇത് ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരണേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അച്ഛന് മനസ്സിലാക്കുന്ന രീതിയിൽ വായിച്ചാൽ അച്ഛന് മനസ്സിലാകുന്ന രീതിയിലാണ് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ. അതായത് ഇതിപ്പം എനിക്കിങ്ങനെ വായിക്കാൻ പറ്റുമല്ലോ, മനസ്സിലായോ? അങ്ങനെ വേണം കൊടുക്കാൻ. അപ്പം ഞാൻ നിങ്ങളെ തരുമ്പോഴും എങ്ങനെ തരണം? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളുടെ തരുന്നത്. അപ്പം ആ പ്രൊസഷൻ വന്നു, ബൈബിൾ അകത്ത് വെച്ചു. റീഡിങ് സമയത്താകുമ്പോൾ ഇതെടുത്ത് വായിക്കാൻ പറ്റുന്ന ആൾക്ക് കൊടുക്കും. ബൈബിൾ എടുത്ത് വായിക്കാൻ പറ്റുന്ന ആൾക്ക് കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നത്? വായിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓബിയസ്ലി എന്തിനാണ് കൊടുക്കുന്നത്? വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വായിക്കുക എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കുവാൻ ഉള്ള അധികാരം
നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സിംബലിസം. മനസ്സിലായോ? ദൈവവചനം വായിക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? അത് വായിക്കാൻ ചുമതലപ്പെടുത്തി ആർക്ക് കൊടുക്കുന്നു? ഓക്കെ. ശരിക്കും നമ്മുടെ 1-ാം പാഠം സങ്കീർത്തനം, 2-ാം പാഠം സുവിശേഷം, ഇതെല്ലാം സെയിം ബൈബിളിൽ നിന്ന് വായിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മളെന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ബൈബിളിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? എൻ്റെ ബൈബിളിൽ നിന്ന് വായിക്കും. പക്ഷേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു ബൈബിളിൽ നിന്ന് വേണം നമ്മൾ വായിക്കാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു കാലത്ത് ഈ ബൈബിള് കിട്ടാത്ത ഒരു സമയം ഉണ്ടാകും. ഒരു കാലത്ത് അറാമിക് ഭാഷ അല്ലെങ്കിൽ ഹീബ്രു ലാംഗ്വേജ് ഒക്കെ, അറാമിക് അല്ലെങ്കിൽ ഹീബ്രു അറിയാവുന്നവർക്ക് മാത്രമേ ഇത് കൊടുത്തിരുന്നുള്ളൂ. അത്രയും വിശേഷപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ബൈബിൾ. അവർക്ക് കൊടുത്തിരുന്ന, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് കൊടുത്തിരുന്നില്ല. അപ്പം ഈ ബൈബിൾ കൈ കിട്ടുമ്പോൾ വലിയ സന്തോഷം, വലിയ അനുഗ്രഹം കിട്ടിയ ഒരു അനുഭവമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ആ കാലത്തിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഈ അനുഗ്രഹത്തെ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് 1-ാം പാഠം വായിച്ചു, സങ്കീർത്തനം വായിച്ചു. ഈ സങ്കീർത്തനം എന്താ ഉദ്ദേശിക്കുന്നത്? 1-ാം പാഠം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, അല്ലേ? 2-ാം പാഠം എന്ന് പറയുന്നത് എന്തോ ജിയോഗ്രഫിയാണോ? നമ്മുടെ പ്രസന്റ് ലിവിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് എന്തോ 2-ാം പാഠം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സങ്കീർത്തനം എന്തുവാ? സാംസാണ്. സാംസൺ ഉദ്ദേശിക്കുന്നത് എന്തുവാ? പ്രൈസ് ആൻഡ് താങ്ക്സ്ഗിവിംഗ്, അല്ലേ? ദൈവസന്നിധിയിലുള്ള സ്തുതി സ്തോത്രമാണ് സങ്കീർത്തനം. അത് പണ്ടത്തെ കാലത്തൊക്കെ പാടുമായിരുന്നു, ഇപ്പോൾ നമ്മൾ വായിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ അച്ഛൻ വായിക്കുന്ന സുവിശേഷത്തെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗോസ്പൽ. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗോസ്പൽ, ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം. എന്താണിത്? ഇത് പറഞ്ഞേ, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്താണ്. എന്താ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ? യേശുവിനെ കുറിച്ചുള്ള ഉള്ളടക്കം. പക്ഷേ നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും പറയുന്ന ഒരു ഘടകമാണ് ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ്. ദൈവത്തിൻ്റെ ചിന്തകൾ, പഠനങ്ങൾ, വിശ്വാസാനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള എല്ലാമുള്ള അടങ്ങിയിരിക്കുന്ന ഗുഡ് ന്യൂസ്, നമുക്കുള്ള ഗുഡ് ന്യൂസാണ് ഗോസ്പൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഗോസ്പൽ വായിക്കാൻ, ഈ ബൈബിൾ വായിക്കുന്ന ആൾക്കാർ, അവസാനം വായിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? എടുത്ത് എൻ്റെ തരും. എൻ്റെ തന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇത് വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്? ഈ വായിച്ച ഗുഡ് ന്യൂസ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന സ്ഥലമാണ് എന്താ? പുൽപ്പിട്ടെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ വായിക്കോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും നേരം ആരാധന കഴിഞ്ഞിട്ട് അതിൽ ഇരിക്കുന്നത്. ഓക്കെ. ഈ പുൽപ്പിറ്റിന് എത്ര സൈഡുണ്ട്? 6 സൈഡ്. എക്സലന്റ്. ഓക്കെ. അവിടെ 8, ഇവിടെ 6. 6 സൈഡ്സ്. എന്താ 6 സൈഡാണ് ഉദ്ദേശിക്കുന്നത്? എക്സലന്റാണ്. ഈ 6 സൈഡാണ് ഉദ്ദേശിക്കുന്നുണ്ടോ? നമുക്ക് ഇവിടെ 6 മാറ്റി 8, 9, 10 ഒക്കെ ആക്കാവുന്നല്ലോ. എന്തുകൊണ്ടാണ് 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബൈബിളിൽ ഐസയ എന്ന് പറയുന്നുണ്ട്, റെവലേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ മാലാഖമാര് ഈ ചിറക് കൊണ്ട് മുഖം മൂടി, ദേഹം മൂടി, കാല് മൂടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം, ഓർക്കുന്നുണ്ടോ? അപ്പോൾ 2 കൊണ്ട് സാറാഫുകൾ, മാലാഖ പറഞ്ഞ സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്നാ പറയുന്നത്. ഈ 2, 2, 2 എന്ന് പറയുന്നതാണ് ചേരുമ്പോൾ എത്രയായി? 6ആയി. മാലാഖന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ് ഈ 6 സൈഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ക്ലാസ് ഞാനത് പറഞ്ഞില്ലായിരുന്നു, ഞാനത് നോട്ട്സ് എവിടാൻ തപ്പുമായിരുന്നു. ഇതാണ് 6 സൈഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നു, ആരാധന നടക്കുന്നു. ആരാധനയുടെ ആദ്യത്തെ ഭാഗത്ത് ആശീർവാദം നടന്നു, 2ാമത്തെ ഭാഗത്ത് പീസ് കൊടുക്കുന്നു. എന്താ പീസ് കൊടുക്കുന്നത് അർത്ഥമാക്കുന്നത്? പൊതുവെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് കാണാറില്ല, അതുകൊണ്ട് ആ ഭാഗം കൂടെ പറഞ്ഞു പോകണം. ഇൻഡസ്ട്രി പ്രയർ കഴിഞ്ഞിട്ട് പീസ് കൊടുക്കും. പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം കൊടുക്കുന്നു.
ഈ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോസ്പൽ ഷെയർ ടു എവരിവൺ എന്ന് ഗോഡ്സ് ലവ് ഷെയർ ടു എവരിവൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കേട്ടോ. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കുമ്പോൾ കയ്യിൽ പിടിച്ച കൊടുക്കും. ആ കൊറോണ സമയത്ത് നമ്മൾ കുമ്പിട്ട് കൊടുത്തു. അത് ഇന്ത്യൻ ട്രഡീഷൻ. ശരിക്കും നിങ്ങൾ കിസ് ഓഫ് പീസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കിസ് ഓഫ് പീസ് എങ്ങനെ കൊടുക്കുന്നത്? നമ്മുടെ ഇപ്പം അമേരിക്കയിൽ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണ്ട ഉടനെ തന്നെ എന്ന് പറയും അല്ലേ? എങ്ങനെയാ മുഖം തട്ടത്തെ ഇങ്ങനെ കൊണ്ട് തട്ടിയിട്ട് എന്ന് പറയും. ഇതാണ് ശരിക്കുള്ള കിസ് ഓഫ് പീസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചെയ്താൽ എന്ത് പറ്റും? അടി കിട്ടുമോ അടി കിട്ടാതിരിക്കുമോ എന്താണ് ചെയ്യും. അപ്പം നമ്മുടെ സന്തോഷം, നമ്മുടെ സ്നേഹം, ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കിയ സന്തോഷം, സമാധാനം നമ്മൾ പങ്കുവെക്കുമ്പോൾ എന്തുണ്ടാവണം? സന്തോഷത്തോടെ പങ്കുവെക്കണം. സന്തോഷത്തോടെ പങ്കുവെക്കണം. അപ്പൊ സന്തോഷത്തോടെ പങ്കുവെക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, രണ്ടുപേര് യേശുവിലൂടെ വരുന്നു. ഇവിടെ ആര് നിൽക്കുന്നു? ക്രോസ്. ലേവ്യങ്ങൾ ക്രോസ് കൊണ്ട് നിൽക്കുന്നു. ക്രോസ് കൊണ്ട് നിന്നിട്ട് കൊയറിന് കൊടുത്തതിന് ശേഷം ഇവർ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ലേവ്യങ്ങളുടെ തൊട്ട് പുറയിൽ വേണം എങ്ങനെ പോകാൻ? അല്ല സോജിനെ, എങ്ങനെ പോകണ്ടേ? ലേവ്യങ്ങളുടെ തൊട്ട് പുറയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ക്രൂശി പിടിക്കുന്ന ആളുടെ തൊട്ട് പുറയിൽ വേണം ഓരോരുത്തർക്കും കൊടുക്കാൻ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ എനിക്കൊരാൾക്ക് സമാധാനമുണ്ട്, ഷെയ്ക്കൻ കൊടുക്കണം. ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ, കയ്യിലേക്ക് തട്ടി അല്ലെങ്കിൽ ഇപ്പോഴുള്ളവരിങ്ങനെ എന്താ ഫിസ്റ്റ് പമ്പ് അല്ലേ, ഫിസ്റ്റ് പമ്പ് കൊടുത്ത് വേണമെങ്കിൽ പോകാം. എന്തിനീ ക്രൂശിന്റെ പുറകിലേക്ക് ഇങ്ങനെ പോകുന്നത്? സമാധാനം കൊടുക്കുമ്പോൾ ധൃതി വേണ്ട. സമാധാനം കൊടുക്കുമ്പോൾ ധൃതിയിൽ കൊടുക്കേണ്ട സാധനമല്ല സമാധാനം. ഇത് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാധാനം കൊടുക്കണം. പിന്നെ ക്രൂശിങ്കിൽ നിന്നുകൊണ്ട്, ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമാധാനാനുഭവമാണ്. പണ്ട് അത് മീനിൻ്റെ പടം അല്ലെങ്കിൽ എന്നത് കുരിശിൻ്റെ അനുഭവം. അപ്പം കുരിശിങ്കിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ രമ്യതയോടെ നമ്മുടെ ഈ സന്തോഷത്തെ, ആ സമാധാനത്തെ പങ്കുവയ്ക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നടക്കുന്നത്? കുറേ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ഈ പറയുന്ന സ്തോത്രകാഴ്ചയോടൊപ്പം പിന്നെന്ത് കയറി വരും? അപ്പോൾ പിന്നെ കയറി വരും. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ ശരീരവും രക്തവും. അപ്പൊ അതിന്റെ ഫ്രണ്ട് വരുന്ന പൈസയോ താങ്ക്സ് ഗിവിംഗ് ഓഫറിങ്. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ആണ് അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യത്തിലാണ് വിശ്വാസ ജീവിതത്തിൽ താങ്ക്സ് ഗിവിംഗ് കൊടുക്കേണ്ടി? നമ്മൾ ടൈറ്റ് കൊടുക്കണം അല്ലേ? ദശാംശം കൊടുക്കണമെന്ന് പറയും. ഈ ദശാംശം എന്ന് പറയുന്നത് എന്തോ? ടൈറ്റ് എന്ന് പറയുന്നത് എന്തോ? എനിവാനെ ടൈറ്റ് എന്ന് പറയുന്നത് എന്താ? എന്നെക്കാളും ഓർമ്മപ്പെടുന്നതാണ്. ടൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഓഫറിംഗ് എന്ന് പറയുന്നത് എന്താ? താങ്ക്സ് ഗിവിംഗ് അല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു ദാനത്തിന്റെ ഒരു അംശം, അതാണ് ഓഫറിംഗ്. ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന 10% 1% കൊടുക്കുന്നതാണ് ദശാംശം അല്ലെ ടൈറ്റ് എന്ന് പറയുന്നത്. അത് കൊടുക്കണമെന്ന് പഴയ നിയമത്തിൽ പറയുന്നു. ഓഫറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കിട്ടുന്ന എല്ലാ നന്മകളുടെയും ഒരു പങ്ക്, അതാണ് ഓഫറിംഗ്. ഇതാണ് ഈ ടൈറ്റും ഓഫറിംഗ് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അത് ദൈവത്തിൻ്റെ ശരീരവും രക്തവും അതുപോലെയുള്ള ഒരു ഓഫറിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഓക്കെ, കൊണ്ടുവന്നു. അകത്ത് മധുരയ്ക്കകത്ത് വെച്ചു. മധുരയ്ക്കകത്ത് വെച്ചതിന് ശേഷം പിന്നെ പ്രോസസ് എന്തോ? ആരാധന നടക്കും. ഈ ആരാധന നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിനകത്ത് ആദ്യമാണ് വെള്ളം ഒഴിക്കും. എന്തിനാണ് വെള്ളം ഒഴിക്കുന്നത്? കുറച്ച് വീര്യം കൂടുതലാണ്, അതുകൊണ്ട് ഡൈലൂട്ട് ചെയ്യണം, തൊണ്ടയിൽ കൂടെ ഇറങ്ങി പോകണം. അങ്ങനെയാണോ? കണ്ടിട്ടില്ലേ? കാസ്, അതായത് ഈ വരുന്ന ഒരു കപ്പ് പോലെ സാധനം
കാസ. ആ കാസയ്ക്കകത്ത് വീഞ്ഞുണ്ട്. വീഞ്ഞിനകത്ത് വെള്ളം ഒഴിക്കും. എന്തിനാ വെള്ളം ഒഴിക്കുന്നത്? എനിക്ക് കേൾക്കുന്നില്ല. denoting that Jesus is a man also. Okay. പിന്നെ ഞാൻ അതിന്റെ കൊലകാര്യങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാം ഉണ്ടായിരിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? ക്രൂസിങ്കൽ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും വന്നു എന്നതിനെ കാണിക്കുന്നതാണ് ഒരു ഉദ്ദേശം. പിന്നെന്താ? സാറ് പറഞ്ഞ അല്ലെങ്കിൽ ലിജിൻ പറഞ്ഞാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ, അതായത് ഈ ശരീരവും രക്തവും നമ്മൾ പാനം ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് ചിന്താഗതിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, വേറൊന്നിന് നോൺ സബ്സ്റ്റാൻഷിയേഷൻ പറയും. ഇത്ര വലിയ വാക്കുകൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പവും വീഞ്ഞും എന്താണ് വരുന്ന വേഫർ എന്ന് പറയുന്നത്, വീഞ്ഞ് വൈൻ എന്ന് പറയുന്ന സാധനവും നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് എന്തായിട്ട് മാറുന്നു? യേശു കർത്താവിന് ശരിക്കുള്ള ഒറിജിനൽ ബ്ലഡ് ആൻഡ് മീറ്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ശരീരവും രക്തവുമായിട്ട് മാറുന്നു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്നാണ് ഒരു ചിന്താഗതി പറയുന്നത്. രണ്ടാമത്തെ ചിന്താഗതി പറയുന്നത് ഇത് ഓർഡർ കൊണ്ട് വെച്ചു, വീഞ്ഞും അപ്പവും അതിനകത്ത് വെള്ളം മിക്സ് ചെയ്ത് അത് ദൈവിക മാനുഷികതയും അല്ലെങ്കിൽ രക്തം ചൊരിഞ്ഞ അനുഭവത്തെയും കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് ഇത് ട്രാൻസ്ഫോം ആകുന്നു എന്നുള്ളതാണ് ഒരു ചിന്താഗതി. ഇത് ട്രഡീഷണൽ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിൽ വ്യത്യാസം. അപ്പോൾ ആ ഒരു ചിന്താഗതി ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്കറിയാം, നമുക്ക് സമയം തരാം. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എല്ലാവർക്കും ഷെയർ ചെയ്യും. ആണ് ഈ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രീതി എങ്ങനെ? നമ്മളിവിടെ മാമനങ്ങൾ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും, അല്ലേ? മാമനങ്ങൾ വന്ന് മുട്ട കുത്തിയതിന് ശേഷം ഓരോരുത്തർക്കും അപ്പം കൊടുക്കും. ഈ അപ്പം എങ്ങനെ കിട്ടുമ്പോൾ കഴിക്കേണ്ടത്? അപ്പവും വീഞ്ഞും കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഇങ്ങനെ നേടുക, ദൈവമേ എനിക്കത് തരാൻ നേടുവാൻ ഞാൻ യോഗ്യനല്ല. നമ്മൾ അതിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ പറയുന്നു, ഇത് ഞാൻ നേടുവാൻ യോഗ്യനല്ല, എന്നാലും എനിക്ക് തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യോഗ്യനല്ലാതെ ഞാൻ മേടിക്കുന്ന ഒരു അനുഭവത്താണ് ഇങ്ങനെ മേടിക്കും. പൊതുവെ ഇങ്ങനെ ആരാ ചോദിക്കാറ്? ഇങ്ങനെ തരണമെന്ന് ആരാ ചോദിക്കുന്നത്? ഭിക്ഷക്കാരാണ്, അല്ലേ? അപ്പോൾ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളപ്പോൾ നിങ്ങളെ മേടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് മേടിക്കുമ്പോൾ എങ്ങനെ മേടിക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാധനം ഉണ്ട്, എല്ലാവർക്കും കിട്ടും. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്നവന് ഈ സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഇപ്പം ചില സന്ദർഭങ്ങളിൽ ഇവിടെ കാണാം, വീഞ്ഞ് കൊടുക്കുമ്പോൾ ഇപ്പം ഒരു തവണ കൊടുക്കുമ്പോൾ 2 പേർക്ക് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ ആളുകൾ കിട്ടും, എനിക്ക് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം അവർക്ക് സമയം കിട്ടും, എന്നാൽ നമ്മൾ കൊടുക്കാൻ പതുക്കെ കൊടുക്കുന്നത്. പക്ഷേ 2 പേർക്ക് ഒരു സമയത്ത് കൊടുക്കുന്നത് ചില സമയത്ത് മൂന്നാമത്തെ ആൾക്കാർ പിടിക്കും. നമ്മൾ സാവധാനം ചെയ്യേണ്ട ഒരു രീതിയാണ്, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും തരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് ഇത് എടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ചെയ്യണം. അത് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യണം? നിർത്തുക ഈ ഭാഗം. സ്തോത്രം പറയണം, താങ്ക്സ് ഗിവിംഗ് ചെയ്യണം. അതായത് ദൈവം ഞാനിത് മേടിക്കുവാൻ, ഇത് നേടുവാൻ ഞാൻ അറിവനല്ലാതെ ഇതിട്ട് പോലും ദൈവമേ നീ എനിക്ക് തന്നു. അതുകൊണ്ട് ദൈവസമയം സ്തോത്രം പറയുന്നതാണ്. അവസാനത്തെ പ്രയർ കഴിഞ്ഞിട്ട് ആശീർവാദം കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു പോകുന്നു? കുരിശിന്റെ പുറമെ നമ്മൾ ലോകത്തിലേക്ക് കടന്നു പോകും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു രീതി. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും സിമ്പിൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നവരുണ്ട് ഇവിടെ ഇതിനകത്തിരിക്കുന്ന, ഇതിനകത്ത് കാണുന്നതിന്. ചിലടത്ത് ആൽഫ ഒമേഗ ഉണ്ട്, അത് ആദിയും അന്തവുമാണ്. ദൈവം റെവലേഷൻ എന്ന് പറയുന്ന ആദിയും അന്തവുമാണ് ഉദ്ദേശിക്കുന്നത്.
അതായത് മധുരയുടെ പുറകിൽ ഭിത്തിയിൽ കുറച്ച് തടിയടിക്കുന്ന സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതിനൊരു പേരുണ്ട്. എന്തായാലും പറയുന്നത് ആ പുറകിലുള്ള മറ്റേ വുഡൻ ഫേർണിഷിങ്, ആ വുഡൻ ഫേർണിഷിങ്ങിന് എന്താ പറയുന്നത്? അവിടെ ഉറക്കെ പറയാം, എനിക്ക് കേൾക്കാൻ വയ്യ. റേഡോസ് അല്ലേ? ഈ റേഡോസ് എന്ന് പറഞ്ഞാൽ സാധനം എന്താ ഉദ്ദേശിക്കുന്നത്? ചില പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ രസമായിട്ട് വെച്ചിരിക്കുന്നതാണ്. ചില പള്ളികളിൽ ചെന്നാൽ അത് ജനലാണ്. ചില പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടാവത്തില്ല. മക്കളൊക്കെ ഇല്ല. ചില പള്ളികളിലുണ്ട്, ചില പള്ളികളിലില്ല. ചില പള്ളികളിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ നേരെ നിർത്തിയിരിക്കുന്നതാണ്. ചില പള്ളികളിൽ അത് ജനലാണ്. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഷിപ്പാണ്. ഷിപ്പിൻ്റെ നെയിം എന്ന് പറയുന്നതാണ്. അത് ഹെവൻ അല്ലെങ്കിൽ ഓൾട്ടർ എന്ന് പറയുന്ന മധുവ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ പുറകിലത്തെ ആ ഫൗണ്ടേഷൻ എന്തായിരിക്കും? ഇത് ഭൂമി, മധ്യാകാശം, ആകാശം. അപ്പോൾ ആ പുറകിരിക്കുന്ന സാധനം എന്തായിരിക്കും? അതിവിടെ പറഞ്ഞു നിർത്തുക. എന്താ പറയണം? സ്പേസ്. ഒരു വലിയൊരു വിഷയം സ്പേസ്. അതെന്തോ സാധനം ഞാൻ പറഞ്ഞത്. ഈ റേഡോസ് ഉദ്ദേശിക്കുന്നത് എന്തോ ഒന്ന് ആലോചിച്ച് നോക്കി. നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകത്തിൽ ആൾക്കാരിരിക്കുന്നു, അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് നോഹ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ സാധനം തുറന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ആ തുറന്ന സാധനങ്ങൾ അടച്ചു. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറി. എന്താ സ്വർഗത്തിലേക്കുള്ള കിളിവാതിലുകൾ തുറന്ന് ദൈവം നന്മ തരുന്നു. അല്ലെങ്കിൽ ആ ഒരു വെള്ളം വന്നു, കിളിവാതിലുകൾ അടച്ചപ്പോൾ വെള്ളം എന്ത് ചെയ്തു? നിന്നു. ആ വെള്ളം നിന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം താന്നതിന് ശേഷം അവർ പോകുന്നത്. അപ്പോൾ സ്വർഗത്തിന്റെ കിളിവാതിലിനെ ഉദ്ദേശിക്കുന്നതാണ് റേഡോസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അത് തുറന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് എനിക്ക് നന്മ തരണമേ എന്നുള്ള പ്രാർത്ഥന സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ? അതാണ് ഈ റേഡോസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓൾറെഡി നോക്കി പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പറയും, ദൈവമേ അങ്ങയുടെ കിളിവാതിലുകൾ, അങ്ങയുടെ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് എനിക്ക് നന്മ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ആ സമയത്ത് അതിനാണെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കാം. ഓർത്തഡോക്സ് മർത്തോമനുണ്ടോ എന്ന് കരുതില്ല. ഈ ഓർത്തഡോക്സ് ജാക്കോബൈൻ കാത്തലിക്സ് അവരെവിടെ പ്രാർത്ഥിക്കാൻ നിന്നാലും കിഴക്കോട് തിരിഞ്ഞിരിക്കും അല്ലേ? മർത്തോമനുണ്ടോ? മർത്തോമനുണ്ട്. അത് കിഴക്കെന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കും. എന്തിനാണ് വെസ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കും? വെസ്റ്റ് അല്ലേ കിഴക്ക് ആണെന്ന് തോന്നുന്നത്. എനിക്ക് ആ കിഴക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ക്ലിയർ അല്ല. വെസ്റ്റ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ കിഴക്ക് എന്നുള്ളതാണ് എന്നെ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ റീസൺ ഓർഡറിന് പ്രാധാന്യം കൊടുത്ത് കിളിവാതിലുകളിലേക്ക് നോക്കി ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുന്നതാണ് ഇതിൻ്റെ നമ്മൾ അങ്ങോട്ട് ഫേസ് ചെയ്തതിൻ്റെ റീസൺ. കൊയറാനിയോടെ ഫേസ് ചെയ്തതിൻ്റെ റീസൺ അവർ ഏഞ്ചൽസ് ആയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള ചർച്ചസ് എവിടെ പ്രാർത്ഥിക്കാൻ നിന്നാലും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതിൻ്റെ റീസൺ എന്താണ്? മുസ്ലിംസ് അവർ നിസ്കരിക്കുമ്പോൾ കിഴക്കോട്ട് നിന്നാണ് നിസ്കരിക്കുന്നത് അല്ലേ? എന്തിനാണ് കിഴക്കോട്ട് നിൽക്കുന്നത്? അവിടെ എന്നാ ഉള്ളത്? എന്തോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാക്കില്ല. ഉറക്കം പറ. അവിടെ എന്താ ഉള്ളത്? ആ ഭാഗത്ത് എന്തായിരിക്കുന്നത്? ഏടാ ഇത് ദൈവമോ? ആ ദൈവം കുറച്ചൊക്കെ ശരിയായി. അവിടെ എന്താ ഉള്ളത്? അവിടെ എന്തുണ്ടായിട്ട് ഗോഡ്സ് പ്രസൻസ് ഈ ജൂയിഷ് വിശ്വാസ രീതികൾ, അവരുടെ മുസ്ലിം വിശ്വാസ രീതികൾ, അല്ലെങ്കിൽ ട്രഡീഷണൽ ചർച്ചസിന്റെ വിശ്വാസ രീതികൾ ആ ഭാഗത്ത് എത്തിക്കൊണ്ട് യഹൂദന്മാരെല്ലാം അവിടെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. എവിടാ?
അല്ലെങ്കിൽ അവർ തിരിഞ്ഞിരിക്കുന്ന ഭാഗത്ത് എന്താ ഉള്ളത്? കർത്താവ് അധിവസിക്കുന്ന ഒരു സ്ഥലം, അവിടെ എന്താ ഉള്ളത്? യെരൂശലേം ദേവാലയം. യെരൂശലേം ദേവാലയത്തിലേക്ക് നോക്കി ദാനിയേൽ പ്രാർത്ഥിച്ചു, ദാവീദ് പ്രാർത്ഥിച്ചു എന്നൊക്കെ. ദാനിയേൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ദാനിയേൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ദാനിയേലിനോടൊപ്പം ഉണ്ടായിരുന്ന 3 സുഹൃത്തുക്കൾ യെരൂശലേം ദേവാലയത്തിലേക്ക് കിടുവാതിലുകൾ തുറന്നിരുന്ന് അവർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഓർക്കുന്നില്ലേ? അപ്പം ആ ഒരു യെരൂശലേം ദേവാലയത്തെ ഫേസ് ചെയ്യുന്നതാണ് അവരങ്ങോട്ട് നിൽക്കുന്നത്. ഈ പറഞ്ഞ മുസ്ലിംസ് അങ്ങോട്ട് ഫേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രധാന സ്ഥലം എന്തുവാണ്? മെക്ക, മദീന. അതെവിടെ ഇരിക്കുന്നത്? ആ ഭാഗത്തായിരിക്കുന്നത്. അതുകൊണ്ട് അവർ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത്. അവരുടെ വിശ്വാസം അവർക്ക് രക്ഷ അവിടുന്ന് വരുന്നു പറയും അവർ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് വിശ്വാസം രക്ഷ എവിടുന്ന് വരുന്നു? എവിടെ വരുന്നു? നമുക്ക് രക്ഷ എവിടുന്ന് വരുന്നു? നമ്മുടെ ആരാധന പറയുന്നത് ആ രക്ഷയാണ് നമ്മൾ കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. അല്ലേ? നമുക്ക് രക്ഷ വരുന്നവരാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് രക്ഷ വരുന്നു. നമുക്ക് റിവൈവൽ വരുന്നു, റിഫോർമേഷൻ വരുന്ന എല്ലാം ത്രൂ ബൈബിൾ. ഇതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സെഷൻ നിർത്തുകയാണ്. ഒരു പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി റെഡിയല്ലേ? ഒരു സാർക്ക് ഒരു പാട്ട് പഠിപ്പിക്കാം. അതിനുശേഷം ആരാധന പാട്ട്. ഓക്കെ, കഴിയില്ല. നമുക്കൊരു പാട്ട് പഠിക്കാം. വളരെ എളുപ്പമുള്ള ഒരു പാട്ട്. 3 ലൈനേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് പാടാം. ആരാണ് ജീസസ്? ജീസസിനെ പറ്റി കുറച്ച് സേവിയർ, പിന്നെ സൺ ഓഫ് ഗോഡ്. നമ്മൾ പൊതുവെ പറയുന്ന ജീസസ് ആരാണ്? സേവിയർ മാത്രമല്ല, ലവിങ് ഗോഡാണ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെ ക്രിയേറ്റ് ചെയ്ത ആരാ? മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത ആരാ? ഗോഡ്. നമുക്ക് ഈ 3 ലൈനുകൾ, ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ജീസസ് ഈസ് മൈ ലവിങ് ഗോഡ്, ജീസസ് ഈസ് മൈ സേവിയർ. പിന്നെ നമ്മൾ ഗിറ്റാർ വായിക്കുന്ന പോലെ ഒരു ചെറിയൊരു അത്രേ ഉള്ളൂ. ആദ്യമായിട്ട് അത് വളരെ എളുപ്പമായിട്ട് പഠിക്കാവുന്നതാണ്. ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ഐ വിൽ പ്രൈസ് യു. ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ഐ വിൽ പ്രൈസ് യു. ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ഐ വിൽ പ്രൈസ് യു. ഉലലാലലുലുലു ഉലലാലലുലുലു ഉലലാലലുലുലുലു ഉലലാലലുലുലു ഉലലാലലുലുലു ഉലലാലലുലുലു. Jesus is my loving God, I will praise you. Jesus is my loving God, I will praise you. Jesus is my loving God, I will praise you. Ulalalululu 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 ulalalululu. Jesus is my Savior, I will praise you. Jesus is my Savior, I will praise you. Jesus is my Savior, I will praise you. Ulalalululu 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 ulalalululu. പഠിച്ചപ്പെട്ടോ? എല്ലാവരും പഠിച്ചോ? ഇല്ല. ട്രാക്കിലാണ്, പാട്ടിലാണ്. പഴയ പാട്ട് പഠിക്കാം, ലൈൻസ് പഠിക്കാം. ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ഐ വിൽ പ്രൈസ് യു.
Jesus is my Savior, I will praise you. Jesus is my Savior, I will praise you. Jesus is my Savior, I will praise you. പാട്ട് പഠിച്ചോ? പഠിച്ചോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ? ഊലലാലൂലുവാണോ? നല്ല അടിപൊളി ഒരു ആക്ഷനുണ്ട്. മൈക്ക് സെറ്റ് ആവുമല്ലേ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ കേൾപ്പിക്കാം പാട്ട്. ആക്ഷൻ ഇങ്ങനെയാണ്, കാണാൻ പറ്റുമല്ലോ. ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ഐ വിൽ പ്രൈസ് യു. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ആക്ഷനാ. ജീസസ് ഈസ് മൈ ക്രിയേറ്റർ, ഐ വിൽ പ്രൈസ് യു. നെക്സ്റ്റ് ആൻസർ, നെക്സ്റ്റ് ലൈൻ, ജീസസ് ഈസ് മൈ ലവിംഗ് ഗോഡ്, ഐ വിൽ പ്രൈസ് യു. ജീസസ് ഈസ് മൈ loving God, I will praise you. Jesus is my Savior, I will praise you. Jesus is my Savior, I will praise you. എല്ലാവരും കിട്ടിയോ? വളരെ എളുപ്പം പഠിക്കാം.
ശരി. मैं आता करूँगा पोडियम वाला माइक का കയ്യടിക്കലും കൊടുക്കട്ടെ. ഇനി നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോകണം. 1 2 3 1 2 3 1 2 3 ഇവിടെ തുടങ്ങാം. 1 2 3 1 2 3 ഞാൻ എടുത്തോ. 1 2 3 1 2 3 1 2 3 1 2 3 1 3 3 3 1 2 3 1 2 3 1 2 3 1 2 ചോദിച്ചാലുണ്ടല്ലോ ചോദിച്ചാലോട് ചേർത്ത് 3. അപ്പോൾ 1 അല്ല ഇവിടെ വരാം, 1 അല്ല ഇവിടെ, 2 അല്ല ഇവിടെ, 3 ജസ്റ്റ് പോയത് കേട്ടോ. എല്ലാം അതൊത്തിരി